അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടി വായുവും വെള്ളവും സകലമാന ഉപജീവനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന, എല്ലാത്തിനും കഴിവുള്ളവനായ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ കോടിക്കണക്കിന് ജന്തുജാലങ്ങളിലെ ഒരു ജീവിയായ, കേവലം നിസ്സാരമായ എന്നെയും നിങ്ങളെയും എപ്പോഴും ഓർക്കുക എന്നുള്ളത് എത്ര വലിയ സൗഭാഗ്യമാണല്ലേ. പടച്ച റബ്ബ് നമ്മെ ഓർക്കാൻ, നമ്മൾ റബ്ബിനെ ഓർക്കുക എന്നുള്ളതല്ല, നമ്മളെ കുറിച്ച് റബ്ബ് ഓർക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അപ്പോൾ ആ സൗഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനുള്ളൊരു മാർഗം പറയുന്നുണ്ട്. ഖുദ്സിയായ ഒരു ഹദീസിൽ, മുത്തഫഖുൻ അലൈഹിയായ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നതായിട്ട് പറയണം. അതാണ് ഖുദ്സിയായ ഹദീസ്. വ അന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെയായിരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മള് തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിലാണല്ലേ, നമ്മുടെ ഖബറിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടം സ്റ്റോപ്പ് ആകുന്നത് നമ്മളെ മരണത്തിലാണ്. അപ്പം നമ്മൾ ആ ഒരു തീർന്നു പോകുന്ന ഈ ഒരു ലോകത്തിൽ നിന്നും തീരാത്തൊരു ലോകത്തേക്ക് നമ്മൾ സമ്പാദിച്ചു വെക്കുന്ന സൽക്കർമ്മങ്ങൾ, അതിലേറ്റവും ഏറ്റവും മഹത്തായ, ഏറ്റവും പ്രതിഫലമുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എന്ന് പറയുന്നത്. ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായ കർമ്മവും നിങ്ങളുടെ യജമാനനായ അള്ളാഹുവിങ്കൽ ഏറ്റവും പരിശുദ്ധമായതും നിങ്ങളുടെ പദവികൾ ഉയർത്തുന്നതും സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമായതും നിങ്ങളുടെ ശത്രുക്കളെ കണ്ടുമുട്ടുകയും നിങ്ങൾ അവരുടെ കഴുത്തിന് വെട്ടുകയും അവർ നിങ്ങളുടെ കഴുത്തിന് വെട്ടുകയും ചെയ്തതിനേക്കാൾ ഉത്തമമായതുമായ ഒരു കർമ്മം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അപ്പൊ സഹാബികൾ പറഞ്ഞു, അതെ അള്ളാഹുവിന്റെ റസൂലേ. അവിടുന്ന് പറഞ്ഞു, ഉന്നതനായ അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് അത്. ദിക്റുല്ലാഹി തആല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ ദിക്ർ അത് നമ്മളെ ജീവിതത്തിലുടനീളം നമ്മളിൽ ഉണ്ടാകണം. നമുക്ക് ദിക്ർ ചെയ്തും പ്രാർത്ഥിച്ചും നമുക്ക് മുന്നേറാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നല്ല സത്യവിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.